തൻ്റെ ഗുരുവിനോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റിൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എഴുതി കൂട്ടണ്ടെന്ന്. ക്യാമറ ഇപ്പോൾ ബാൽക്കണിയിലാണ്, ക്യാമറ ഇപ്പോൾ തെങ്ങിൻ്റെ തലപ്പത്താണ്. എന്തിനാ അങ്ങേരെ ക്യാമറയുടെ ഇരിപ്പും കിടപ്പൊക്കെ പറയാൻ പോകുന്നത്? അത് ഡയറക്ടറും ക്യാമറാമാനും കൂടെ തീരുമാനിക്കില്ലേ? എന്നാ ഞാൻ പൊക്കോട്ടെ സാർ. ആ ശരി. ഡോ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യണ്ട. പിന്നെ അത് മതി എഴുത്ത് നിർത്തി സ്ഥലം വിടാൻ. എന്ത് വേണോ എഴുതി വെച്ചോട്ടെ. നമസ്കാരം സാർ. ആ താനോ? വാ ഇരിക്ക്. സാറ് ബിസിയാണോ? ഏയ് അല്ല, പത്രം ഓഫീസിലൊന്നും പോണ്ടേ? അതോ അവിടെ നിന്ന് പിരിച്ചു കിട്ടോ? അയ്യോ, അവിടെയൊക്കെ ഇപ്പൊ വലിയ ആളല്ലേ, വലിയ ഫിലിം സ്റ്റാർ. അത് ശരി. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോ തന്നെ സ്റ്റാറായോ? മണിയണം വെറുതെ കളിയാക്കുന്നില്ലേ സാർ? നമ്മുടെ ടെൻഷൻ നമുക്കെല്ലാം അറിയൂ. എന്തിനാ ടെൻഷൻ? സാർ ഇവനെ ലൊക്കേഷൻ വെച്ച് ഫയർ ചെയ്തില്ലേ, അന്ന് തുടങ്ങിയ ടെൻഷനാ ഇതുവരെ മാറിയിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള എക്സ്പ്രഷൻ തന്റെ മുഖത്ത് വരാഞ്ഞിട്ടല്ലേ ഫയർ ചെയ്തത്. ഗീവ് മീ വാട്ട് ഐ വാണ്ട്. എങ്കിൽ പിന്നെ ഞാൻ ചൂടായില്ല. ഈ അണ്ണന്റെ ഒരു കാര്യം, എനിക്കൊരു പരാതിയില്ല സാർ. ഏതെങ്കിലും ഒരു ഡയറക്ടറുടെ വായിന്ന് എന്തെങ്കിലും ഒരു തെറി കിട്ടാത്ത ഒരു സ്റ്റാറും ഇന്നിവിടെ ഇല്ല വിശാൽ. ഈ പെമ്പിള്ളാരൊക്കെ കേൾക്കുമെന്നുള്ള വിഷമം അവന്. ഓ അത് ശരി. വെറുതെ സാർ, ആര് കേട്ടാലും എനിക്കൊരു പ്രശ്നമല്ല. ദാറ്റ്സ് ഗുഡ്. ഇനി എന്നാണ് സാർ എൻ്റെ സീൻസ് വരുന്നത്? തൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. കഥയുടെ മൊത്തം ഘടന അനുസരിച്ച് ഇനി ആ ജേർണലിസ്റ്റ് പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സാർ ചതിക്കല്ലേ? ബോധം കെട്ട് വീഴണ്ട. 2-3 സീൻസ് കൂടെ ഉണ്ടാവും. ഓ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. സാറിന്റെ സമയം മെനക്കെടുത്തുന്നില്ല. ഡോ മണി, തനിക്ക് അഭിനയിക്കുന്ന വേണ്ടടോ. ആഹാ, അണ്ണന് ഭയങ്കര ടാലന്റ് അല്ലേ സാർ? ഒരുപാട് ഫിലിം ബേസ്ഡ് ആവും. വാ 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 വാ. ഓഹോ, എന്റെ ബാഗ്. അഭയ് സാറിന്റെ മുമ്പ് വെച്ച് പ്രശ്നമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അങ്ങേരുടെ ചീത്തവിളി അല്പം കടുപ്പാണ്. യമുന ഇനി അത് കേട്ടാ പിന്നെ അവളുടെ മുഖത്ത് വെക്കാൻ പറ്റില്ല. ഗതികേടിന് ആ കോളേജ് തന്നെ അയാൾ ലൊക്കേഷൻ ആക്കി ചെയ്ത്. ഉത്തരത്തിൽ ഇരിക്കണ എടുക്കണമെങ്കിൽ കഷത്തിൽ ഇരിക്കണ പോവും മോനെ. രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അങ്ങേര് ഉദ്ദേശിക്കുന്ന ഭാവങ്ങൾ നിന്റെ ഈ മോന്തയിൽ വരണമെങ്കിൽ ആരുമില്ല എന്നുള്ളത് വേറെ കാര്യം. ചീത്ത വിളി ഉറപ്പാ. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ഒരു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവളുടെ അടുത്ത് ഷൂട്ടിംഗ് കാണാൻ വരണ്ടെന്ന് പറ. വന്നാ നിന്റെ ഇമേജ് ഔട്ട്. വാ പോവാ. വന്ന് കേറിയപ്പോ തൊട്ട് ഞാൻ നോക്കുക, എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ അതിനു പോലും ഒഴിവില്ലെന്ന് വെച്ചാ എന്ത് ചെയ്യും? ഓഫീസിലും ജോലി, വീട്ടിൽ വന്നാലും ജോലി. ഇത് മാത്രം മതിയോ പ്രസാദേ? അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? ചില നാട്ടുമര്യാദകളൊക്കെ ഉണ്ട്, അത് മറന്നു പോകരുതെന്ന്. ഏത് മര്യാദയുടെ കാര്യ? ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയച്ചെന്ന് വെച്ച് അവൾക്ക് സ്വന്തം വീടുമായിട്ടുള്ള ബന്ധം ഇല്ലാതാവുമോ? സുമിത്രയ്ക്ക് വീട്ടിലൊക്കെ പോണമെന്ന് മോഹം ഉണ്ടാവില്ലടാ. പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പോയിക്കോട്ടെ, ഞാൻ ഒന്നിനെതിരല്ല. സുമിത്ര ഒറ്റയ്ക്കാ പോവുക? അതാണോ നാട്ടു നടപ്പ്? എന്റെ ജോലി തിരക്കിന് കാര്യം അമ്മയ്ക്കറിയാലോ. ചുറ്റിക്കറങ്ങി നടക്കാനൊന്നും തൽക്കാലം എനിക്ക് ഒഴിവുണ്ടാവില്ല. സുമിത്രയുടെ വീട് അത്ര ദൂരത്തൊന്നല്ലോ, വെറും 6 കിലോമീറ്റർ അല്ലേ ഉള്ളൂ ഇവിടുന്ന്. അത് ശരി. അപ്പൊ സുമിത്രയെ ഒറ്റയ്ക്ക് വിടാന്നല്ലേ? കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് ഭർത്താവിനെ കൂടാതെ വീട്ടിലേക്ക് കയറി ചെന്നാ വീട്ടുകാരെന്ത് വിചാരിക്കും? നാട്ടുകാരെന്ത് വിചാരിക്കും? മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു നോക്കി നമുക്ക് ജീവിക്കാൻ ഒക്കുവോ? സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ വിചാരം വേണം. ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് മാത്രം എല്ലാം ആവില്ല. അതിനോട് ബന്ധപ്പെട്ട ചില ചടങ്ങുകളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തേ പറ്റൂ. ഞാനിപ്പോ എന്താ വേണ്ടത്? ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലേ? എങ്കിൽ ഒന്നുകൂടെ പറയാം. നിങ്ങൾ രണ്ടാളും കൂടി സുമിത്രയുടെ വീട് വരെ ഒന്ന് പോയാ മാത്രം പോരാ, 1-2 ദിവസമെങ്കിലും അവിടെ താമസിക്കുകയും വേണം. താമസിക്കാനോ? ആ, അമ്മ എന്താ ഈ പറയുന്നത്? ഓഫീസിന് ഒരു ദിവസം ഞാൻ മാറി നിന്നാ അമ്മയ്ക്കറിയാം, ഓഫീസിന് മുകളിൽ ആകാശം ഇടിഞ്ഞു വീഴും. അതെ, ആകാശം വീഴുന്നെങ്കിൽ വീണോട്ടെ, പക്ഷെ നിങ്ങൾ പോണം. 2 ദിവസം അവിടെ താമസിക്കുകയും വേണം. അമ്മയാ പറയുന്നത്.
2 ദിവസമൊന്നും പറ്റില്ല. ഒരു പകൽ. അതിൽ കൂടുതൽ കളയാനൊന്നും എനിക്ക് പറ്റില്ല. ആ ശരി, എന്നാ യാത്ര നീട്ടിവെക്കണ്ട. നാളെ കാലത്ത് തന്നെ ആയിക്കോട്ടെ. നാളെയോ? ആ നാളെ വർക്കിംഗ് ഡേ അല്ലേ? ഞായറാഴ്ച പോയാ പോരെ? പോരാ, നാളെ തന്നെ പോണം. കേട്ടോ? ആ കേട്ടു. ഉം. ദേ അവരെത്തി. ആ അച്ഛാ, എത്ര ദിവസമായി നിങ്ങളെ കാത്തിരിക്കുന്നു. വാ മക്കളെ, അകത്തേക്ക് വാ. നിങ്ങളെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇവളാകെ അസ്വസ്ഥയായിരിക്കായിരുന്നു. ഇന്നും കൂടി വന്നില്ലെങ്കിൽ നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. എന്താ മോളെ ഇത്ര വൈകിയേ? ഞാനാ കാരണം. എന്ന് വെച്ചാ എന്റെ സമയക്കുറവ്. ഈ മാതിരി യാത്രകൾ ഇന്നെന്നുള്ളത് നാളത്തേക്ക് മാറ്റിവെച്ചാലും വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അതുപോലെയല്ല ഏറ്റെടുത്ത വർക്കുകൾ. പറഞ്ഞ ഡേറ്റ് തെറ്റിച്ചാൽ ഇല്ലാതാവുന്ന കമ്പനിയുടെ സൽപ്പേരാ. അത് ഞാൻ പറയാതെ തന്നെ അറിയാലോ. തീർച്ചയായും പ്രസാദിനെ പറ്റിയും പ്രസാദിന്റെ കമ്പനിയെ പറ്റിയും കസ്റ്റമേഴ്സിന് ഒരു ധാരണയുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ പാടില്ല. എൻ്റെ എക്സിസ്റ്റൻസ് തന്നെ അതിന്മേലാണ്. എൻ്റെ മാത്രമല്ല, ഇപ്പം ഈ ഇരിക്കുന്ന സുമിത്രയുടെയും. അപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് ഞാൻ സെക്കൻഡറി ഇമ്പോർട്ടൻസേ കൊടുക്കാറുള്ളൂ. ആരും തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിക്കുകയോ? പ്രസാദിനെയോ? നല്ല കഥയായി. പ്രസാദിനെ ഞങ്ങൾക്ക് നന്നായി അറിയാം. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് യു. ഒഴിവാക്കാൻ പറ്റാത്ത യാത്രകൾക്ക് വേണ്ടി സൺഡേസ് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ ആൾക്കാർക്ക് അത് പോരാ. ഉള്ള ലീവെല്ലാം എടുത്ത് ചുറ്റിക്കറങ്ങണം. ജോലി ചെയ്യാനേ മടിയുള്ളൂ. എന്നാലും ഭാര്യ വീട്ടിലേക്ക് പോകാൻ ഒരു ലീവൊക്കെ എടുക്കാം. ഇതാ എടുത്തല്ലോ. അടുത്ത ഞായറാഴ്ച വരെ ക്ഷമിക്കാൻ അമ്മ തയ്യാറല്ല. ആ പ്രസാദ് ഇയാളെ അറിയില്ലേ? പിന്നെ അറിയാതെ. യവനെ എവിടെ വിളിച്ചിരിക്കായിരുന്നു? ഞാൻ പഠിക്കുകയായിരുന്നു. വെരി ഗുഡ്. സ്റ്റുഡൻസ് ആയ അങ്ങനെ വേണം. ഇവക്കേ പ്രസാദുമായിട്ട് ചെറിയൊരു പിണക്കമുണ്ട്. അതിന് കാരണവും ഓർമ്മ കാണുമല്ലോ. ഇല്ല, ഓർമ്മയില്ല. എന്താ അത്? ഒരിക്കൽ കോളേജിൽ വെച്ച് എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. എന്നാ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ലെങ്കിലും എപ്പോഴും അത് അങ്ങനെയാണല്ലോ. ഇൻസൾട്ട് ചെയ്യുന്നവർ അത് പെട്ടെന്ന് മറക്കും. ഇൻസൾട്ടഡ് ആവുന്നവരെ ഓർത്തിരിക്കും. ഞാൻ യമുനെ ഇൻസൾട്ട് ചെയ്തെന്നോ? എന്ന്? എപ്പോ? മോൻ ചുമ്മാതിരുന്നേ. അവള് വെറുതെ ഓരോന്ന് പറയുക. നിസ്സാര കാര്യങ്ങള്. ആ വന്നവരവിൽ ഇവിടെ തന്നെ ഇരുന്നാ മതിയോ? വല്ലതും കഴിക്കണ്ടേ? അകത്തേക്ക് വന്നേ. കഴിക്കാം അല്ലേ മോളെ? വാ.